ഒരു സാധാരണ തടാകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കഥയാണെന്നൊക്കെ നമുക്കത് തോന്നാം. പക്ഷെ അതിനേക്കാളും ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ കഥ നമുക്ക് തരുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു കഥലാസ്. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് പറയാൻ പോകുന്നത് കാഡോ ലേക്ക് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടിയെ കാണാതാകുന്നത് ചുറ്റിപ്പറ്റി കഥ തുടങ്ങുമ്പോൾ പതുക്കെ ആ സിനിമ നമ്മളെ ഒരു ഡാർക്ക് എക്സ്പീരിയൻസിലേക്ക് വലിച്ചിഴക്കും. ഒരു തടാകം, ഒരു കാട്, നിശബ്ദത കൂടി ചേരുമ്പോൾ ഒരു അൺസെറ്റിംഗ് ഫീൽ ഈ സിനിമയ്ക്ക് നമുക്ക് തരാൻ സാധിക്കുന്നു. ഇതൊരു ജംസ്കെയർ ഹൊറർ മൂവി അല്ല, പക്ഷേ സ്ലോ ബേൺ മിസ്റ്ററി, സസ്പെൻസ്, സൈക്കോളജിക്കൽ ടെൻഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് സിനിമ സ്ട്രെങ്ത് ആയി വരുന്നത്. എന്താണ് നടക്കുന്നത്, ആരെ വിശ്വസിക്കണം, കഥ എങ്ങനെയാണ് പോകുന്നത്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സ്ക്രീൻ പ്ലേ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മിസ്റ്ററി, ഡാർക്ക് മൂഡ്, ട്വിസ്റ്റി സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കാഡോ ലേക്ക് ഒരു നല്ലൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ കാഡോ ലേക്ക് എന്ന മൂവി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി വരേക്കും ഇത് കഥലാസ് സൈനിങ് ഔട്ട്.